Yes. So hello everyone, welcome to IELTS Academy. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കമ്മ്യൂണിക്കേഷനിൽ തന്നെയുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേറൊരു ടൈപ്പ് ആണ്. എന്താണ്? ഫോർമൽ കമ്മ്യൂണിക്കേഷൻ, അതുപോലെ ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ. ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് ഫോർമൽ കമ്മ്യൂണിക്കേഷൻ, അതുപോലെ എന്താണ് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ, അതുപോലെ പ്രധാനപ്പെട്ട ടൈപ്സ് ഓഫ് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, ഈ മൂന്ന് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ഡീറ്റെയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അതുകൊണ്ട് വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. ഓക്കെ, ഒരുപാട് PYQസിലൊക്കെ വന്നിട്ടുള്ള വളരെ എവർഗ്രീൻ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഈ പറയുന്ന ഫോർമൽ ആൻഡ് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ ഉള്ളത്. ഓക്കെ, അതുപോലെ തന്നെ ഭയങ്കര ഈസി ആയിട്ടുള്ള ടോപ്പിക്കാണ്. കോംപ്ലക്സ് ആയിട്ടുള്ള ടേംസുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷെ ഇവിടെ പറയുന്ന ടേംസുകൾ നിങ്ങൾ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് എഴുതിയെടുക്കണം. ഓക്കെ, ഐ സ്റ്റാർട്ട് ദ സെഷൻ. ഓക്കെ, 1 സെക്കൻഡ്. എന്താണ് ഫോർമൽ കമ്മ്യൂണിക്കേഷൻ, എന്താണ് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ? ഇപ്പോൾ നമ്മൾ ഈ പോലീസ് ബേസ്ഡ് ആയിട്ടുള്ള മൂവീസ് ഒക്കെ ഉണ്ടാവല്ലോ, പോലീസ് പിന്നെ ക്യാരക്ടേഴ്സ് ആയിട്ടുള്ള ബേസ്ഡ് മൂവീസിലൊക്കെ നമുക്ക് കാണാറുണ്ട്. അതായത് അവർ സ്റ്റേഷനിൽ നിൽക്കുന്ന സമയത്ത് ചിലപ്പം അറിയുന്ന ഫ്രണ്ട്സ് ആയിരിക്കും, ഒരു കോൺസ്റ്റബിൾ, ഒരു SI ഉണ്ടാവും. അവർ സ്റ്റേഷനിൽ ഭയങ്കര എന്താണ് സല്യൂട്ട് ഒക്കെ ചെയ്ത് അധികം ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കില്ല. പക്ഷെ സ്റ്റേഷനിൽ പോയി അവർ വീട്ടിലെത്തി കഴിഞ്ഞാൽ, ഒരു പാർട്ടിക്ക് പോയി കഴിഞ്ഞാൽ അവർ എന്ത് ചെയ്യുന്നു? അവർ വളരെ ഫ്രീ ആയിട്ട് തമ്മിൽ സംസാരിക്കുന്നുണ്ടാവും. ഓക്കെ, അപ്പൊ ഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒഫീഷ്യൽ ആയിട്ട് ഒരു സ്ട്രക്ചേർഡ് ചാനലാണ്. ഇൻഫോർമൽ എന്ന് പറയുമ്പോൾ എന്താണ്? അവിടെ ഒരു ഒഫീഷ്യാലിറ്റി കാര്യങ്ങളൊന്നുമില്ല. വളരെ കാഷ്വൽ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ചാനൽസ് നമ്മൾ പറയാം ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ ചാനൽ എന്ന് പറയാം. ഓക്കെ, ഇനി നമുക്ക് എന്താണ് ഫോർമൽ കമ്മ്യൂണിക്കേഷൻ, അതിന്റെ ഡെഫിനിഷൻ, അതിൽ വരുന്ന പ്രധാനപ്പെട്ട കുറച്ച് പോയിന്റ്സുകളൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഫോർമൽ കമ്മ്യൂണിക്കേഷൻ ഈസ് ദി എക്സ്ചേഞ്ച് ഓഫ് ഇൻഫോർമേഷൻ. റൈറ്റ്, ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇൻഫോർമേഷൻ എക്സ്ചേഞ്ച് ചെയ്യാണ്, റൈറ്റ്, ത്രൂ ഒഫീഷ്യൽ ആൻഡ് സ്ട്രക്ചേർഡ് ചാനൽസ്. ഓക്കെ, എന്താണ്? കൃത്യമായിട്ട് ഒരു ഒഫീഷ്യലി, ഓക്കെ, അവിടെ ഒരു ഒഫീഷ്യൽ ആയിട്ടും അതുപോലെ തന്നെ ഒരു സ്ട്രക്ചേർഡ് ചാനൽസ്. സ്ട്രക്ചേർഡ് ചാനൽസ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇപ്പൊ ഒരു പോലീസിന്റെ എക്സാമ്പിൾ തന്നെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു ജില്ലയില് ഒരു പോലീസ് പിന്നെ ഒരു അഡ്മിനിസ്ട്രേഷൻ റൂള്, അവിടെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള, ഇതിപ്പോ ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പം നമ്മളെ കോവിഡിന്റെ സമയത്ത് പിന്നെ ആരും പുറത്തിറങ്ങരുതെന്നുള്ള ഒരു പുതിയൊരു റൂള് പെട്ടെന്ന് വരികയാണ്. അപ്പൊ ഇത് എങ്ങനെയാണ് ഈ കമ്മ്യൂണിക്കേഷൻ? അതായത് നമ്മുടെ മിനിസ്റ്റേഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ ഈ പറയുന്ന കലക്ടർ, അതുപോലെ തന്നെ ഒരു ഡിസ്ട്രിക്റ്റിന്റെ ഹയർ അതോറിറ്റീസ് ആയിരിക്കും തീരുമാനങ്ങൾ എടുക്കുക. അതെന്ത് ചെയ്യുന്നു? SP എത്തുന്നു. SP നേരെ താഴത്തെ റാങ്കിലുള്ള പോലീസിനോട് സംസാരിക്കുന്നു. ആ താഴത്തെ പോലീസ് അടുത്ത റാങ്കിലേക്കുള്ള ആളുകളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. അങ്ങനെ അത് സർക്കിൾ ഇൻസ്പെക്ടറിൽ എത്തുന്നു, അത് SI എത്തുന്നു, അത് കോൺസ്റ്റബിൾ എത്തുന്നു. റൈറ്റ്, അതാണ് ഈ പറയുന്ന സ്ട്രക്ചേർഡ് ചാനൽ എന്ന് പറയുന്നത്. അതായത് ഫോർമൽ കമ്മ്യൂണിക്കേഷനിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ബിൽഡ് ചെയ്യുന്ന ഒരു പോയിന്റ് ഉണ്ടാവും. അത് എന്ത് ചെയ്യുന്നുണ്ടാവും? ഓരോ ലെവലുകളായിട്ട് താഴത്തോട്ട് എന്ത് ചെയ്യും? ഇതുപോലെ പാസ് ചെയ്യും. അങ്ങനെയാണ് ഏറ്റവും താഴെ ലെവലിലേക്ക് എത്തുന്നത്. ഓക്കെ, ഇതെന്താണ്? ഒരു സ്ട്രക്ചേർഡ് ആണ്. ഫസ്റ്റ് ഇതിലൂടെ പോകണം, പിന്നെ രണ്ടാമത് ഈ ഒരു പിന്നെ വ്യക്തിയുടെ അടുത്തേക്ക് എത്തും, പിന്നെ തേർഡ് ഇവിടെ എത്തണം, പിന്നെ ഫോർത്ത് ഇവിടെ എത്തണം. അങ്ങനെ എന്താണ്? അതൊരു സ്ട്രക്ചേർഡ് ചാനൽ വഴിയായിരിക്കും നമ്മൾ എന്ത് ചെയ്തത്? കമ്മ്യൂണിക്കേഷൻ പാസ് ചെയ്യുന്നത്. ഓക്കെ, ഇത് ഓർഗനൈസേഷനിൽ എന്താണ്? ഇതേ രീതിയിൽ തന്നെയാണ്. അതായത് ഒരു കമ്പനിയുടെ ചെയർമാൻ, അവരുടെ ടോപ്പ് ലെവൽ എംപ്ലോയീസ്, CMO, CEO, CFO ഒക്കെ ഒരു തീരുമാനം എടുക്കും. അതെന്ത് ചെയ്യും? താഴെയുള്ള മാനേജറിലോട്ട് പാസ് ചെയ്യും, മാനേജർ സൂപ്പർവൈസറിലോട്ട് പാസ് ചെയ്യും, സൂപ്പർവൈസർ എംപ്ലോയീസിലോട്ട് പാസ് ചെയ്യും. ഇതാണ് ഈ പറയുന്ന ഒരു സ്ട്രക്ചർ ഉണ്ടാവും. അതിങ്ങനെ തോന്നിയ പോലെ കമ്മ്യൂണിക്കേഷൻ നടക്കില്ല. അവിടെ എന്താണ്? അതിന് ഒരു ഡിസിപ്ലിൻ ഉണ്ടാവും. ഓക്കെ, ഒരു ഭയങ്കര എന്താ പറയാ, ഒരു ഓൾറെഡി ഉണ്ടാക്കിയിട്ടുള്ള ഒരു ചട്ടക്കൂട്ടിൻ്റെ ഉള്ളിൽ നിന്ന് മാത്രമേ കമ്മ്യൂണിക്കേഷൻ എന്ത് ചെയ്യുള്ളൂ? അവിടെ പാസ് ചെയ്യുള്ളൂ. അതാണ് ഈ പറയുന്ന ഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് ഫസ്റ്റ് പോയിന്റ്? ഇറ്റ് ഫോളോസ് ഹയറാർക്കി, റൂൾസ് ആൻഡ് പ്രൊഫഷണൽ ഫോർമാറ്റ്. ഇത് PYQs ഒരു പോയിന്റ് ആട്ടോ. പ്രൊഫഷണൽ ഫോർമാറ്റിലുള്ള ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഏതാണെന്നുള്ളത്. ഓക്കെ, പ്രൊഫഷണൽ ഫോർമാറ്റ് എന്ന് പറയുമ്പോൾ ഞാൻ ഒരു എന്താണ് ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം ഒരു പോലീസിന്റെ എക്സാമ്പിൾ തന്നെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, അവിടെ എന്താണ്? ഇപ്പം എനിക്ക് പിന്നെ ഞാനൊരു കോൺസ്റ്റബിൾ ആണ് എന്നിട്ടുണ്ടെങ്കിൽ, ഞാൻ എൻ്റെ ഒരു വിഷയം അവതരിപ്പിക്കുന്ന സമയത്ത് ഇപ്പം എനിക്ക് തോള് കൈയിട്ടിട്ട്, അല്ലെങ്കിൽ വളരെ ആ ഒരു കാഷ്വൽ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. നമ്മളെ ഒരു പ്രശ്നം, ഫോർ എക്സാമ്പിൾ ലീവ് എടുക്കാം നമുക്ക്. ഇപ്പൊ ഞാനൊരു കോൺസ്റ്റബിൾ ആണ്, എനിക്ക് അടുത്തൊരു 10 ദിവസത്തേക്ക് ലീവ് വേണം. ഞാൻ ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ട് എൻ്റെ സബ് ഇൻസ്പെക്ടറുടെ ഓഫീസിൽ കയറിയിട്ട് നാളെ 10 ദിവസം മുതൽ എനിക്ക് ലീവ് വേണം എനിക്ക് പറയാൻ പറ്റുമോ? ഇല്ല. ഞാൻ ആദ്യം എന്ത് ചെയ്യണം? അതിനൊരു ഫോർമാറ്റ് ഉണ്ട്. അതായത് കോൺസ്റ്റബിൾ ആയിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ, അവർക്ക് ലീവ് വേണം എന്നുണ്ടെങ്കിൽ അവർ എന്ത് ചെയ്യണം? ഒരു ഫോർമാറ്റ് ഉണ്ടാവും. ആ ഫോർമാറ്റിൽ ഫ്രം എന്ന് പേര് എഴുതി, ടു സബ് ഇൻസ്പെക്ടർ പോലീസിന് പേര് എഴുതി, ലീവ് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് അത് SIയിലേക്ക് പാസ് ചെയ്യുക. SI അതെന്ത് ചെയ്യുന്നു? ഫോർവേഡ് ചെയ്യുന്നു. സർക്കിൾ ഇൻസ്പെക്ടർ അതെന്ത് ചെയ്യുന്നു? പാസ് ചെയ്യുന്നു. അങ്ങനെ ഒരു പ്രൊഫഷണൽ ഫോർമാറ്റ് ഉണ്ട്. ഓക്കെ, അത് എന്തൊക്കെ സംഭവിച്ചു കഴിഞ്ഞാലും ആ പ്രൊഫഷണൽ ഫോർമാറ്റ് നമ്മൾ ഫോളോ അപ്പ് ചെയ്യണം. അതുകൊണ്ടാണ് അത് ഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ,
അപ്പോഴാണ് അതിനൊരു ഒരു ആധികാരികത, ഓക്കെ, അതിനൊരു സീരിയസ്നെസ് അതിനുണ്ടാവുള്ളൂ. ഓക്കെ, അപ്പൊ ഈ ഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്താണ്, എപ്പോഴും ഒരു ഹയറാർക്കി ഉണ്ടാവും. ഹയറാർക്കി എന്ന് മനസ്സിലായില്ല, ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആ ഒരു സിസ്റ്റം ഉണ്ടാവും. അതുപോലെ തന്നെ ഒരുപാട് റൂൾസുകൾ ഉണ്ടാവും, ഒരുപാട് നിയമങ്ങളുണ്ട്. ഇപ്പം ഞാൻ കോൺസ്റ്റബിൾ ആണ്, എനിക്കൊരു പ്രശ്നം, ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഡയറക്റ്റ് പോയിട്ട് സർക്കിൾ ഇൻസ്പെക്ടർ അടുത്ത് പറയാൻ പാടില്ല. ഞാൻ ആദ്യം എന്ത് ചെയ്യണം, നമ്മുടെ എസ് ഐ അടുത്ത് കാര്യം പറയണം. അതേപോലെ തന്നെ ഇപ്പൊ നമുക്കൊരു ചെറിയ ചെറിയ കേസുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ജില്ലാ കോടതി പോകണം, അതിനുശേഷം ഹൈക്കോടതി പോകണം. അങ്ങനെ എവിടെയും ഒന്നും ആയിട്ടില്ലെങ്കിൽ മാത്രം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സുപ്രീം കോടതിയിൽ പോകാൻ പറ്റുള്ളൂ, റൈറ്റ്? അതാണ് ഒരു കൃത്യമായിട്ടുള്ള ഹയറാർക്കി, കൃത്യമായിട്ടുള്ള റൂൾസുകളൊക്കെ ഈ ഒരു ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്താണ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ടുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ വേണ്ടുന്നതാണ് പ്രൊഫഷണൽ ഫോർമാറ്റ്. അത് നിങ്ങൾ കൃത്യമായിട്ട് നോട്ട് ഡൗൺ ചെയ്യുക. പ്രൊഫഷണൽ ഫോർമാറ്റ് വേണ്ടുന്ന ഒരു ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ് ഈ പറയുന്ന ഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതൊക്കെ എപ്പോഴാണ്, വൈൽ ഷെയറിംഗ് ദി ഇൻഫർമേഷൻ. ഓക്കെ, നമ്മളൊരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യുന്ന സമയത്ത് ഈ പറയുന്ന ഹയറാർക്കി, ഈ പറയുന്ന റൂൾസുകൾ, ഈ പറയുന്ന പ്രൊഫഷണൽ ഫോർമാറ്റ് ഒക്കെ ഫോർമൽ കമ്മ്യൂണിക്കേഷൻ നമ്മൾ എന്ത് ചെയ്യണം, നിർബന്ധമായിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, അവിടെ കണ്ടുവരുന്നതാണ്. ഓക്കെ, ഇനി വരുന്നതാണ് നമുക്ക് എന്ത്, അല്ല ഒരു പോയിന്റ് കൂടെ ഉണ്ടല്ലേ, സോറി. പിന്നെന്താണ്, ഇറ്റ് ഈസ് മെയിൻലി യൂസ്ഡ് ഫോർ വർക്ക് ഓർ അക്കാഡമിക് പേർപ്പസ്. It is mainly used for work or academic purposes and is usually documented for record. Okay, അതായത് ഈ ഒരു കമ്മ്യൂണിക്കേഷൻ ചാനലിലൂടെ പാസ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യുന്നു, ഡോക്യുമെന്റ് ചെയ്യുന്നു. ഇപ്പോൾ അക്കാഡമിക് ലെവലിൽ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കൊക്കെ എല്ലാം അറിയുന്ന ഒരു കാര്യം ഉണ്ടല്ലേ, അതായത് നമുക്കിപ്പോൾ സ്റ്റുഡൻസിന് ഒരു പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ക്ലാസ് ടീച്ചറോട് പറയുന്നു, ക്ലാസ് ടീച്ചർ അത് ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റിനെ അറിയിക്കുന്നു, ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് ഡീനെ അറിയിക്കുന്നു, ഡീൻ എന്ത് ചെയ്യുന്നു, നേരെ വൈസ് ചാൻസലർ എടുത്ത് കാര്യങ്ങൾ ഫോർവേഡ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ഇതെന്താണ്, ഒരു അക്കാഡമിക് പേർപ്പസിലൊക്കെ നമ്മൾ ഈ പറയുന്ന ഈ ഒരു ഫോർമൽ കമ്മ്യൂണിക്കേഷൻ മെത്തേഡുകൾ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ്, നമ്മളിപ്പോ ഒരു ഉദാഹരണത്തിന്, ഇപ്പൊ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മൾ കോളേജ് പഠിക്കുന്ന സമയത്ത് നമ്മളൊരു ലീവ് നമ്മൾ അപ്ലൈ ചെയ്യണം. ഓക്കെ, നമ്മൾ ഒരു മെഡിക്കൽ ഇഷ്യൂ കാരണം ലീവ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ സിസ്റ്റം അറിയില്ല, നമ്മുടെ ഈ ലീവ് ആപ്ലിക്കേഷനൊക്കെ അവരെന്ത് ചെയ്യുന്നു, ഒരു ഫോട്ടോ കോപ്പി എടുത്ത് അവരുടെ റെക്കോർഡ് ചെയ്യും. ഓക്കെ, അതായത് ഫോർമൽ കമ്മ്യൂണിക്കേഷനിലൂടെ പാസ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അവരെന്ത് ചെയ്യുന്നുണ്ട്, അവർ ഡോക്യുമെന്റ് ചെയ്യുന്നുണ്ട്. അതാണ് ഫോർമൽ കമ്മ്യൂണിക്കേഷന്റെ ഒരു രീതി, അല്ലെങ്കിൽ അതിന്റെ ഒരു വേ ഓഫ് ഡൂയിങ് തിങ്സ് അങ്ങനെയാണ്. ഓക്കെ, സോ അതാണ് എന്ത് ഈ പറയുന്ന തേർഡ് പോയിന്റ് വരുന്നത്. ഇതാണ് ഇപ്പോൾ ഫോർമൽ കമ്മ്യൂണിക്കേഷന്റെ ബേസിക്സിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കുറച്ച് പോയിന്റ്സുകൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ നോക്കുക. ഇതിന്റെ ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക, എന്തൊക്കെയാണ് ഇതിന്റെ ഒരു ആസ്പെക്ട്, എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ളതൊക്കെ. ഓക്കെ, ഇനി നമുക്ക് എന്താണ് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷനുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് അതും കൂടി ഡിസ്കസ് ചെയ്യാം. അതിന്റെ ടൈപ്സും കൂടി ഉണ്ട്. ഓക്കെ, സോ എന്താണ് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ? ഓക്കെ, ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ ഈസ് ദി എക്സ്ചേഞ്ച് ഓഫ് ഇൻഫോർമേഷൻ ത്രൂ അൺഒഫീഷ്യൽ ആൻഡ് കാഷ്വൽ ചാനൽസ് ബിറ്റ്വീൻ പീപ്പിൾ. ഓക്കെ, ഇവിടെ എന്താണ് ഇൻഫോർമേഷൻസ് എക്സ്ചേഞ്ച് ചെയ്യാണ് ഏത് ത്രൂ ആണ്, അൺഒഫീഷ്യൽ. അവിടെ എന്താണ്, ഒരു ഒഫീഷ്യൽ സ്ട്രക്ചറോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇപ്പൊ നമ്മുടെ പിന്നെ കൊളീഗ്സിന്റെ കൂടെ നമ്മളൊരു മീറ്റിങ്ങിന് ഇരിക്കുന്നതും നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പുറത്ത് പോകുന്ന തമ്മിൽ ഭയങ്കര ഡിഫറൻസ് ഉണ്ട് അല്ലേ. അവിടെ നമ്മളൊരു മീറ്റിങ്ങിന് പോകുന്ന സമയത്ത് കൃത്യമായിട്ടുള്ള ഒരു ഒഫീഷ്യൽ രീതി, ഒരു സ്ട്രക്ചർഡ് രീതി, ഒരു റൂൾസ് റെഗുലേഷൻസ് ഒക്കെ ഉണ്ടാവും. പക്ഷെ നമ്മൾ ഫുഡ് കഴിക്കാൻ പോകുന്ന സമയത്ത് എന്താണ്, അവിടെ അങ്ങനെ ഒരു മാനേജർ, എംപ്ലോയി, അങ്ങനെ ഒരു പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മൾ വളരെ കൂളായിട്ട് നമ്മൾ പുറത്തുനിന്ന് ഒരുമിച്ച് ഫുഡൊക്കെ കഴിച്ച് തമാശയൊക്കെ പറഞ്ഞത് ഒരു അൺഒഫീഷ്യൽ കൈൻഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ് ഈ പറയുന്നത് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അൺഒഫീഷ്യൽ ആൻഡ് കാഷ്വൽ ചാനൽസ് ബിറ്റ്വീൻ പീപ്പിൾ. ആളുകൾ തമ്മിലുള്ള അൺഒഫീഷ്യൽ ആയിട്ടുള്ള കാഷ്വൽ ആയിട്ടുള്ള ചാനൽസ് നമ്മൾ എന്ത് പറയാം, ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയാം. ക്ലിയർ? ഐ ഹോപ്പ് ദ കോൺസെപ്റ്റ് ഈസ് ക്ലിയർ ആൻഡ് കൺസൈസ്. ഓക്കെ, പിന്നെന്താണ്, ഇറ്റ് ഡസൻറ്റ് ഫോളോ ഹയറാർക്കി, ഫിക്സ്ഡ് റൂൾസ് ആൻഡ് ഫോർമൽ സ്ട്രക്ചർ. ഓക്കെ, ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്ത് ചെയ്യുന്നില്ല, അവിടെ ഒരു ഹയറാർക്കി ഫോളോ ചെയ്യുന്നില്ല, അവിടെ ഒരു ഫിക്സ്ഡ് റൂൾ ഫോളോ ചെയ്യുന്നില്ല, അതുപോലത്തെ ഒരു ഫോർമൽ സ്ട്രക്ചർ ഫോളോ ഒന്നും അങ്ങനെ ഒരു പരിപാടികളില്ല. എല്ലാം ഭയങ്കര ഫ്ലെക്സിബിൾ ആയിട്ട് എന്താണ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ ചാനലാണ് നമ്മൾ ഈ പറയുന്ന ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയാം. ഓക്കെ, പിന്നെ എന്താണ്, ഇറ്റ് ഈസ് മെയിൻലി യൂസ്ഡ് ഫോർ പേഴ്സണൽ ഇന്ററാക്ഷൻ, ക്വിക്ക് ഇൻഫോർമേഷൻ ഷെയറിംഗ് ആൻഡ് റിലേഷൻഷിപ്പ് ബിൽഡിംഗ്. ഓക്കെ, ഈ മൂന്ന് കാര്യങ്ങൾക്കാണ് പൊതുവേ നമ്മൾ ഉണ്ടാവുക. അപ്പോൾ ഇവിടെ ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ, ഇപ്പോൾ ഒരു ക്വിക്ക് ഇൻഫോർമേഷൻ ഷെയറിങ്ങിന് വേണ്ടി നമ്മൾ ഏത് ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ചാനൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ കൺഫ്യൂസ്ഡ് ആവും. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് പ്രസന്റ് ചെയ്യാട്ടോ. അതായത് നമ്മൾ ചിലപ്പം ശ്രദ്ധിക്കാത്ത പോയിന്റ്സുകളൊക്കെയാണ് എക്സാമിന് എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എല്ലാ പോയിന്റ്സുകളും നിങ്ങൾ നിർബന്ധമായിട്ടും എഴുതിയെടുക്കുക എന്നുള്ളത്. ഓക്കെ, എല്ലാം ബോൾഡ് ചെയ്യുക. ക്വിക്ക് ഇൻഫോർമേഷൻ ഷെയറിംഗ്, റിലേഷൻഷിപ്പ് ബിൽഡിംഗ്, പേഴ്സണൽ ഇന്ററാക്ഷൻ, ഇതൊക്കെ വരുന്നത് എവിടെയാണ്, ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് നോട്ടിൽ അങ്ങനെ എഴുതിയാൽ മതി. അപ്പൊ നിങ്ങൾ റിവൈസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓക്കെ, ഈ മൂന്ന് കാര്യങ്ങൾ സംഭവിക്കുന്നത് എവിടെയാണ്, ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ രീതിയിലാണ്. ഓക്കെ, ഇതാണെന്ത് ഇപ്പൊ ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷന്റെ ബേസിക്സിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇതിന്റെ കോൺസെപ്റ്റ് എന്നുള്ളത്. ഇത് നമുക്ക് എന്താണ് ഇതിന്റെ
ടൈപ്സ് ഒന്ന് നോക്കാം, എന്തൊക്കെയാണ് ഇതിന്റെ ടൈപ്സുകൾ വരുന്നത്. ഓക്കെ, അതിന് ഫസ്റ്റ് വരുന്നത് ഗ്രേപ്പ് വൈൻ. ഓക്കെ, ഗ്രേപ്പ് വൈൻ എന്ന് പറയുമ്പോൾ എന്താണ്, എല്ലാവർക്കും പല ഒട്ടുമിക്ക ആളുകൾക്ക് അറിയുന്ന ഒരു കോൺസെപ്റ്റ് ആണ്. ഗ്രേപ്പ് വൈൻ എന്ന് പറയുമ്പോൾ മുന്തിരി വള്ളി. മുന്തിരിയുടെ പ്രത്യേകത എന്താ, നമ്മൾ മുന്തിരി വള്ളിയുടെ പ്രത്യേകത നമ്മൾ ഇതുണ്ടല്ലോ, എന്താണ്, ഒരു നമ്മുടെ നാട്ടിൽ ഫാഷൻ ഫുഡ് എന്ന് പറയുന്നത്. പിന്നെ അതിങ്ങനെ നമ്മൾ എവിടെയെങ്കിലും നട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു ഒന്നൊന്നര പോക്കാണ്. ഇവിടെ നമുക്ക് പറയാൻ കഴിയില്ല എങ്ങോട്ടാ പോകാന്നുള്ളത്. ചിലപ്പോൾ ഏതെങ്കിലും മരത്തിന് മുകളിൽ, അപ്പൊ മുന്തിരി വള്ളി അങ്ങനെ തന്നെയാണ്, നമുക്ക് അത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ അതിന് കൃത്യമായിട്ട് സ്ട്രക്ചർ ചെയ്തിട്ടില്ലെങ്കിൽ അതിങ്ങനെ തോന്നിയെടുത്ത് പോകും. അപ്പൊ ഗ്രേപ്പ് വൈൻ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, അതേ മീനിങ് ആണ്. അതായത് ഇവിടെ എന്താണ്, ഇൻഫോർമേഷൻ ഇങ്ങനെ സ്പ്രെഡ് ചെയ്യാണ്. അവിടെ ഒരു രീതിയോ സ്ട്രക്ചറോ ഹൈറാർക്കിയോ റൂൾസോ ഒന്നുമില്ല. ഇങ്ങനെ ഒരു ഇൻഫോർമേഷൻ അവിടെ എന്താണ്, കാഷ്വലി ആളുകൾക്കിടയിൽ സ്പ്രെഡ് ചെയ്യാണ്. ഓക്കെ, ഇവിടെ ഒഫീഷ്യൽ ചാനൽസുകളോ ഞാൻ പറഞ്ഞ പോലെ ഹൈറാർക്കി, സ്ട്രിക്ട് റൂൾസ്, റെഗുലേഷൻസ് ഒന്നും ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെയുള്ള കമ്മ്യൂണിക്കേഷൻ, മുന്തിരി വള്ളികൾ പോലെ പടർന്ന് പന്തലിക്കുന്ന, ഫാഷൻ ഫ്രൂട്ട് പോലെ പടർന്ന് പന്തലിക്കുന്ന ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ നമ്മൾ ഇത് പറയാം ഗ്രേപ്പ് വൈൻ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയാം. ഓക്കെ, പിന്നെന്താണ് ഗോസിപ്പ് ചെയിൻ. ഓക്കെ, ഗോസിപ്പ് ചെയിൻ എന്ന് പറയുമ്പോൾ എന്താണ്, ഇൻഫോർമേഷൻ സ്പ്രെഡ്സ് വെൻ വൺ പേഴ്സൺ ഷെയർ ഇറ്റ് വിത്ത് മെനി പീപ്പിൾ അറ്റ് ദി സെയിം ടൈം. ഓക്കെ, എന്താണ് ഗോസിപ്പ് ചെയിൻ, നമുക്ക് എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന, പല ആളുകളും അത് അനുഭവിച്ചിട്ടുള്ള അല്ലെങ്കിൽ അത് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുള്ള ഒരു വലിയൊരു പ്രശ്നമാണ് ഈ ഗോസിപ്പ് ചെയിൻ എന്ന് പറയുന്നത്, അല്ലെ. അതായത് ഒരു ഇൻഫോർമേഷൻ ഒരു വ്യക്തി എന്താണ്, ഒരൊറ്റ വ്യക്തിക്ക് അതിന്റെ സോഴ്സ് ഉണ്ടാവുക, അടുത്ത ആൾ പറയുന്നു, അടുത്ത ആൾ രണ്ടാളിലേക്ക് പറയുന്നു. റിസർച്ച് ആപ്റ്റിറ്റ്യൂഡുകൾ നമ്മുടെ സ്നോബോൾ സാമ്പിളിംഗ് പോലെ തന്നെ, എ ബിനോട് പറയും, ബി സിനോട് ഡിനോട് പറയും. ഓക്കെ, സി ഡി എന്ത് ചെയ്യും, ഇനോട് എഫിനോടും ജിനോട് എച്ചിനോടും പറയും. അങ്ങനെ അതിങ്ങനെ എന്ത് ചെയ്യുന്നു, മൾട്ടിപ്പിൾ ചെയിനുകളായിട്ട് പോകും. അതാണ് ഈ പറയുന്ന ഗോസിപ്പ് ചെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇൻഫോർമേഷൻ സ്പ്രെഡ് വെൻ വൺ പേഴ്സൺ ഷെയർ ഇറ്റ് വിത്ത് മെനി പീപ്പിൾ അറ്റ് ദി സെയിം ടൈം. ഓക്കെ, അതാണ് ഈ പറയുന്ന ഗോസിപ്പ് ചെയിൻ എന്ന് പറയുന്നത്. പിന്നെ എന്താണ് സിംഗിൾ സ്ട്രാൻഡ് ചെയിൻ. സിംഗിൾ സ്ട്രാൻഡ് ചെയിൻ എന്ന് പറയുമ്പോൾ എന്താണ്, ഇൻഫോർമേഷൻ പാസസ് ഫ്രം വൺ പേഴ്സൺ ടു അനദർ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ സീക്വൻസ്. അത് നമ്മൾ കൂടുതലും പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ്, ഒരു ബിസിനസ്സിൽ ഒരുപാട് ഡിപ്പാർട്ട്മെന്റ് അല്ലെ, മാർക്കറ്റിംഗ് ഉണ്ടാവും, പ്രൊഡക്ഷൻ ഉണ്ടാവും, അതുപോലെ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും. ഈ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിലൂടെ ഇവിടെ എന്താണ്, നമ്മൾ ഈ പൊതുവെ എല്ലാ സ്ഥലത്തും ഒരു ഗ്രൂപ്പ് ഉണ്ടാവില്ലേ. അപ്പൊ ഈ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിൽ എല്ലാവരും ഭയങ്കര അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റാണ്. പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിൽ എക്സ് ഉണ്ട്, മാനേജർ വൈ സെഡ്. അപ്പൊ ഇവർ തമ്മിൽ മാത്രം ഒരു ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ പാസ് ചെയ്യുമ്പോൾ അതാണ് എന്ത്, സിംഗിൾ സ്ട്രാൻഡ് ചെയിൻ എന്ന് പറയും. ഇനി നമ്മൾ ഒരു അക്കാഡമിക് എക്സാമ്പിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, നമ്മുടെ ഇപ്പം BA ഉണ്ടാവും, BCom ഉണ്ടാവും, അതുപോലെ BBA ഉണ്ടാവും. ഇവിടെ എന്താണ്, ഈ BBAയുടെ ഉള്ളിൽ മാത്രം ഉണ്ടാവും ഒരുപാട് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ടാവും. ഓക്കെ, അതാണ് ഈ പറയുന്ന സിംഗിൾ സ്ട്രാൻഡ് ചെയിൻ. അതിന് ഒരു കുത്തനെ ഇങ്ങനെ രീതിയിലാണ് ആ ഒരു ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ പാസ് ചെയ്യുക. ഓക്കെ, വൺ പേഴ്സൺ ടു അനദർ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ സീക്വൻസിലാണ് എന്ത് ചെയ്യുക, കാര്യങ്ങൾ പാസ് ചെയ്യുക. ഓക്കെ, പിന്നെ വരുന്നതാണ് എന്ത്, ക്ലസ്റ്റർ നെറ്റ്വർക്ക്. ഓക്കെ, ക്ലസ്റ്റർ നെറ്റ്വർക്ക് എന്ന പേരിൽ തന്നെ ഉണ്ടല്ലോ, അതായത് ഇൻഫോർമേഷൻ സ്പ്രെഡ് വൺ പേഴ്സൺ ഷെയർ ഇറ്റ് ഓൺലി വിത്ത് എ സെലക്ടഡ് ഗ്രൂപ്പ് ഓഫ് ട്രസ്റ്റഡ് പീപ്പിൾ. നമ്മളൊരു സെലക്ട് ചെയ്തിട്ടുള്ള ഒരു ഗ്രൂപ്പിലേക്കോ ഒരു ട്രസ്റ്റഡ് പീപ്പിൾ, ഒരു ചെറിയൊരു ക്ലസ്റ്ററിലോട്ട് മാത്രം നമ്മൾ ഷെയർ ചെയ്യില്ല. ഇപ്പൊ നമുക്ക് എല്ലാവർക്കും ഒരു ഫ്രണ്ട് സർക്കിൾ ഉണ്ടാവും, ഒരു 5-10 ആൾ. അപ്പോൾ അവരിലേക്ക് മാത്രം നമ്മൾ ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ പാസ് ചെയ്യുമ്പോൾ അതാണ് എന്ത്, ക്ലസ്റ്റർ നെറ്റ്വർക്ക് എന്ന് പറയും. ഓക്കെ, അതൊരു സ്പെസിഫിക് ക്ലസ്റ്ററിന്റെ ഉള്ളിൽ മാത്രം ഒതുങ്ങിക്കൂടുന്ന ഒരു ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും. ഓക്കെ, ഇതൊക്കെയാണ് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷന്റെ ഭാഗത്ത് ഇതിന്റെ ടൈപ്സുകൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം. അപ്പൊ ഈ പറഞ്ഞ ഭാഗങ്ങളൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്യുക. ഇനി വേറെയും ഒരുപാട് ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ചാനൽസുകളൊക്കെ നമ്മുടെ കോഴ്സിന്റെ ഭാഗമായിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാം. സോ കോഴ്സ് ആക്സസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറെയും ഒരുപാട് ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷന്റെ ഭാഗങ്ങളൊക്കെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കവർ ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, സോ ഇതൊക്കെയാണ് ഇപ്പൊ കാര്യങ്ങൾ. പിന്നെ അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേറൊരു കാര്യമാണ്, ഇതൊക്കെ ഈ ആസ്പെക്ട് ഒക്കെ മാറ്റി വെച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, എല്ലാവരും നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡെയിലി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, MCQ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഡെയിലി മോർണിംഗ് 10 o'clock നമ്മൾ ഡെയിലി MCQs പാസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഡെയിലി നിങ്ങൾ MCQs പാസ് ചെയ്യുന്ന സമയത്ത്, അതിപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഫോമൽ കമ്മ്യൂണിക്കേഷൻ ആണെങ്കിൽ ഫോമൽ കമ്മ്യൂണിക്കേഷന്റെ ഒരു 15 MCQs 3 ദിവസമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, പാസ് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ആ ഒരു കോൺസെപ്റ്റ് നമ്മുടെ വീഡിയോയിലൂടെ പഠിക്കുക, നമ്മുടെ ഗ്രൂപ്പിലൂടെ ആ MCQs ചെയ്യുക, നിങ്ങൾ റിവൈസ് ചെയ്യുക. അങ്ങനെ ആ ഒരു സ്ട്രക്ചറിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ടോപ്പിക്കിനെ പറ്റി നല്ലൊരു ഐഡിയ, അത് ലേണിങ്ങിലൂടെ നിങ്ങൾക്ക് 40% കിട്ടും. അതുപോലെ തന്നെ 60% നിങ്ങൾക്ക് അണ്ടർസ്റ്റാൻഡിങ്ങിലൂടെയാണ് കിട്ടുക കോൺസെപ്റ്റ്. ബാക്കി 40% എന്താണ്, MCQs ചെയ്യുന്നതിലൂടെ മാത്രമാണ്. അങ്ങനെ രണ്ടും കൂടി കൂട്ടിയിട്ടാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത്, 100% കോൺസെപ്റ്റ് ക്ലാരിറ്റി ഉണ്ടാവുക. അപ്പോൾ 60% വീഡിയോയിലൂടെ കിട്ടുക, ബാക്കി 40% നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡെയിലി എന്താണ്, ഫ്രീ ആയിട്ട് നമ്മുടെ MCQs ഷെയർ ചെയ്യുന്നതായിരിക്കും. So that's all about today's session. So we'll see you on the next session. Till then, bye.